ബിപിൻ കുട്ടൻസ് ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കോട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് കൂടി ചെയ്യുക. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പ്രകൃതിയുടെ വിചിത്രമായ നിയമങ്ങൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലായില്ല എന്ന് വരും. അങ്ങനെയുള്ളതിൽ നമ്മൾ ചില കാര്യങ്ങൾ പഠിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. ശാസ്ത്രീയമായ അടിത്തറകൾ ഇല്ല എങ്കിലും പലരുടെയും ജീവിതത്തിൽ വളരെ വിജയകരമായി കാണുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത്. ആകർഷണ നിയമം എന്ന് പറയും. അപ്പോൾ ഗുരുത്വ ആകർഷണം എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എന്തിനേയും അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ദൈവം തന്നിട്ടുണ്ട്. അതിന് നമ്മുടെ ചിന്താഗതികൾ മാറിപ്പോകുമ്പോൾ മാത്രമാണ് നമുക്കത് അട്രാക്റ്റ് ചെയ്യാണ്ട് പറ്റാതെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറാനും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയ ലോ ഓഫ് അട്രാക്ഷൻ സ്വിച്ച് വേർഡുകളാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ സ്വിച്ച് വേർഡുകൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അഫർമേഷൻ എന്ന് പറയുന്ന വാക്കുകൾക്ക് പകരമായിട്ട് സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്ന അഫർമേഷനുണ്ട്. നിസ്സാരപ്പെട്ട ഒറ്റ വാക്കുകൾ ഒരു കോഡായിട്ട് അതിനെ ഉപയോഗിക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെയുള്ള സ്വിച്ച് വേർഡിനെ പറ്റിയും അഫർമേഷനെ പറ്റിയുമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. ആ സ്വിച്ച് വേർഡുകൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ രീതിയിൽ തന്നെ അത് മാറ്റി എഴുതി നിങ്ങൾക്കത് പറഞ്ഞു നോക്കാവുന്നതാണ്. ഈ 21 തവണയാണ് ആ ഒരു കാര്യം പറഞ്ഞു നോക്കേണ്ടത്. അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. ഇനിയിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അഫർമേഷൻ എന്തെന്നും അറിയാൻ മേലാത്ത ഒരാൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി നമ്മൾ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുകയാണ്. വീഡിയോ ഇത് നിങ്ങൾ അറിയാവുന്ന ആളുകളാണെങ്കിലും മുഴുവനായിട്ട് കണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയില്ല. ഞാൻ ഈ വീഡിയോയുടെ ഇടയിലാണ് ആ സ്വിച്ച് വേർഡുകൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അറിയാവുന്ന ആളുകളാണെങ്കിലും പുതിയതായിട്ട് ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്തെന്ന് അറിയാൻ മേലാതെ വന്നിരിക്കുന്ന ആളുകളാണെങ്കിലും വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്ന കാര്യം പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നടക്കും. പണ്ട് നമ്മുടെ ലൈഫിൽ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. വളരെയധികം പ്രസിദ്ധമായ കാര്യങ്ങളാണ്. ഒരുപാട് മാമൂലിയായിട്ട് ഒരുപാട് പേര് ഉദാഹരണത്തിൽ പറയുന്നൊരു സ്റ്റോറിയാണ്. നമ്മൾ ചെറിയ ഹിൻറ്റോട് കൂടി പറയുന്നത്. സ്റ്റോറിയായിട്ട് ഇവിടെ പൂർണ്ണമായിട്ട് പറയുന്നില്ല, എൻ്റെ ഒരു ചെറിയ ഹിൻ്റാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഒരിക്കലും ഒരു മടിയനായ ഒരു വലിയ ബുദ്ധിസാമർഥ്യമൊന്നുമില്ലാത്ത ഒരു കുട്ടി ഒരു കുട്ടി ആ കുട്ടി എന്ത് കേട്ടാലും വിശ്വസിക്കുമായിരുന്നു. അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അവനെ എല്ലാവരും പറ്റിക്കുമായിരുന്നു. ഈ ഒരു കുട്ടി ഒരിക്കൽ ഒരു നാട്ടിൽ ഒരു വൈദ്യരുണ്ടായിരുന്നു. ആ വൈദ്യരുടെ ഒരുപാട് പ്രശസ്തിയും കഥകളും ഒക്കെ കേട്ട് വരുമ്പോൾ ഈ കുട്ടിക്ക് വൈദ്യം പഠിക്കാനായിട്ട് ആഗ്രഹം തോന്നി. ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇവൻ ഈ വൈദ്യരെ കാണാനായിട്ട് ചെന്നു. പക്ഷേ അവിടെ നിന്ന ആ വൈദ്യരുടെ ഒരു ശിഷ്യൻ ഈ കുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല. അവനോട് പറഞ്ഞു, നീ പോകൂ, ഞാൻ ഇത്രയും വർഷം വൈദ്യം പഠിക്കാൻ നോക്കിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയായി നീ പഠിക്കുമോ എന്നൊക്കെ ചോദിച്ച് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ ഈ കുട്ടി വളരെ വാശിക്ക് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വൈദ്യരെ കൊണ്ട് ദേഷ്യം വെപ്പിച്ച് ഒച്ച വെപ്പിച്ച് കുട്ടിയെ പേടിപ്പിച്ച് ഓടിക്കാമെന്ന് ഈ നിൽക്കുന്ന ജോലിക്കാരൻ കരുതി. അതിനുവേണ്ടി ഒരു നുണ പറഞ്ഞു കൊടുത്തു കുട്ടിയോട്. അതിങ്ങനെയാണ് കുമ്പളങ്ങ എന്ന് പറയുന്ന ഒരു സാധനം. കുമ്പളങ്ങ നമ്മൾ കഴിക്കുന്ന കുമ്പളങ്ങ, അതിനെ കൂശ്മാണ്ഡം എന്നാണ് ഈ സംസ്കൃതത്തിലും ഒക്കെ പറയുന്നത്. അപ്പോൾ ഈ കൂശ്മാണ്ഡം പറിച്ചുകൊണ്ട് നീ വരണം. എന്നിട്ട് ഗുരു വാതിൽ തുറന്ന് ഇറങ്ങുമ്പോഴേ നടക്കൊക്കെ നിങ്ങൾ കാവലായിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു കൂശ്മാണ്ഡം കണ്ട് സന്തോഷിക്കുന്ന ഗുരു ഒരു വാക്ക് പറയും. അതൊരു മന്ത്രമാണ്. ആ മന്ത്രം നീ ഉരുവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഈ ലോകത്തിൽ എന്തു നേടിയെടുക്കാമെന്ന് പറഞ്ഞു വിട്ടു. അപ്പം ഈ കുട്ടി വീട്ടിൽ പോയി നേരം വെളുത്തു, കുറച്ച് കൂശ്മാണ്ഡം പറിച്ചുകൊണ്ട് വന്നു. അത് കൊണ്ട് വാതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ഗുരു രാവിലെ കണ്ണു തുറന്നു നോക്കി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് കുമ്പളങ്ങ തിണ്ണയിലിരിക്കുന്നു. ഇത് കണ്ട് ഗുരുവിൻ്റെ ദേഷ്യം വന്നേച്ച് പറഞ്ഞു, ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? കൂശ്മാണ്ഡമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനിട്ട് ഒരു തൊഴി കൊടുത്തു. ഈ ഇരിക്കുന്ന കുമ്പളങ്ങയെല്ലാം കൂടെ തൊഴിച്ച് കൽപ്പിച്ചു. ഇത് കണ്ട് സന്തോഷവാനായ ഈ കുട്ടി മന്ത്രം കിട്ടിയെന്ന് കരുതി നീ കൂശ്മാണ്ഡമെന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ, ബാക്കിയൊന്നും കേട്ടില്ല. അത് ഉരുവിട്ട് അവൻ യാത്രയായി. പിന്നെ അവൻ അങ്ങോട്ട് വന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞു. ഒരു ദിവസം ഈ കുട്ടി ചിന്തിച്ചു, എൻ്റെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ കരുതി ഒരാളുടെ നേരെ അല്പം വെള്ളം തിളച്ചേച്ച് പറഞ്ഞു, നീ കൂശ്മാണ്ഡം എന്ന് പറഞ്ഞപ്പോൾ അയാളുടെ രോഗം മാറി.
അത് കഴിയുമ്പം ഇവനിത് പിന്നെ സ്ഥിരമായി ചെയ്തു തുടങ്ങി, ഇവന് പ്രശസ്തനാകാൻ തുടങ്ങി. അപ്പം ഇവൻ മനസ്സിലാണ് ഇത് ഉരുവിടുന്നത്, ഇത് വെള്ളം തുടങ്ങിയാണ്. ഇങ്ങനെ വന്ന് 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 ഇവൻ വാനോളം പ്രശസ്തനായി. മറ്റേ ഗുരുവിൻ്റെ അടുത്തൊന്നും ആളുകൾ എത്താതായി. കാരണം വേറൊരു സ്ഥലത്ത് വേറൊരു വൈദ്യരുണ്ടെന്ന് കേട്ടു. അയാൾ വെള്ളം തെളിച്ചാൽ രോഗം മാറുമെന്ന് കേട്ടപ്പോൾ ഈ വൈദ്യർ ഞെട്ടുകയാണ്. വെള്ളം തെളിച്ചാൽ രോഗം മാറുന്നു, അത് ഭയങ്കര ഒരു അത്ഭുതമാണല്ലോ എന്ന് കരുതി. അങ്ങനെ ഇരിക്കെ ആ രാജ്യത്തെ രാജാവിന് ഒരു രോഗം വന്ന രാജാവ് കിടപ്പിലായി. പല വൈദ്യന്മാരും നോക്കി രക്ഷയില്ല. അവസാനം ഈ ഗുരുനാഥനായ ഈ വൈദ്യനും വന്ന് നോക്കി രാജാവിനെ ഉണർത്താനായിട്ട് ഒരു മാർഗവും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ പറഞ്ഞു, വെള്ളം തെളിച്ചു കഴിഞ്ഞാൽ ആളുകളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു വൈദ്യർ ഇറങ്ങിയിട്ടുണ്ട്, അയാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഈ കുട്ടി വളർന്നതാണ്, അപ്പോൾ ഈ കുട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞു ശരി കൊണ്ടുപോവാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കുട്ടി ഒരു ഇച്ചിരി വളർന്നു, അവനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ഗുരു മറന്നുപോയി, ഈ കാര്യമൊക്കെ മറന്നുപോയി, പണ്ടത്തെ കഥയൊക്കെ മറന്നുപോയി. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മറന്നുപോയി കൂശ്മാണ്ഡത്തിൻ്റെ കഥ. ഈ കുട്ടി വന്നു, ഈ ഗുരുനാഥനെ കണ്ടു. പക്ഷെ അവൻ പരിചയഭാവമൊന്നും കാണിക്കാതെ അല്പം വെള്ളം എടുത്തു കയ്യിൽ, എന്നിട്ട് പറഞ്ഞു രാജാവിൻ്റെ മുഖത്ത് കളിക്കാൻ പോകണം, എഴുന്നേൽക്കുമ്പോൾ കഞ്ഞി ചോദിക്കുന്നു പറഞ്ഞു. അപ്പോൾ ആൾക്കാരെല്ലാം പൊട്ടിച്ചിരിച്ചു. കാരണം പല വൈദ്യന്മാരും നോക്കിയിട്ട് രക്ഷയില്ല. തളർന്ന് കിടക്കുന്ന രാജാവും ബോധം കെട്ട് കിടക്കുകയാണ്. രാജാവ് എഴുന്നേറ്റ് കഞ്ഞി ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കോമഡിയായിട്ട് അവർക്കെല്ലാം തോന്നി. അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. പക്ഷെ ഇവൻ മനസ്സിൽ പറഞ്ഞ് നീ കൂശ്മാണ്ഡമെന്ന് പറഞ്ഞ് വെള്ളം തെളിച്ചു കഴിഞ്ഞപ്പോൾ ഈ രാജാവ് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഉള്ളവരെല്ലാം ഞെട്ടി. രാജാവ് പറഞ്ഞു വിശക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. ഉടനെ ഈ ഗുരു, മറ്റേ ആ ആദ്യത്തെ ഗുരു ഉണ്ടല്ലോ കൂശ്മാണ്ഡം എന്ന് പറഞ്ഞ ഗുരു, ഈ ഗുരു ഓടി വന്ന് ഈ കുട്ടിയുടെ കാലെ തൊട്ട് വണങ്ങി. അപ്പോൾ ഈ കുട്ടി പുറകോട്ട് കാല് വലിച്ചു പറഞ്ഞു അങ്ങ് എൻ്റെ ഗുരുവാണെന്ന്. അപ്പം മറ്റേ ആൾ ചോദിച്ചു എങ്ങനെയാണ് മോനെ, നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്ന് ഗുരു എനിക്ക് പറഞ്ഞു തന്ന മന്ത്രാക്ഷരമാണ് കൂശ്മാണ്ഡം എന്നുള്ളത്, അത് ഞാൻ പറയുമ്പോൾ രോഗം സുഖപ്പെടുക പറഞ്ഞപ്പോൾ ഈ ഗുരു ഞെട്ടി. അതാണ് ആകർഷണ നിയമം എന്ന് പറയുന്നത്. ഇതൊരു കഥയാണ് എങ്കിലും ഇങ്ങനെ അത്ര വലിയ ശക്തിയൊന്നും ഒരാൾക്ക് കിട്ടുന്നില്ല. അതൊരു കഥയാണ്. ആകർഷണ നിയമത്തെപ്പറ്റി മനസ്സിലാക്കുന്ന ഒരു കഥ. ഇതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥ നമ്മുടെ കേരളത്തിൽ തന്നെ നിലവിൽ നിന്നൊരു കഥയാണ്, മലയാളത്തിലുള്ളൊരു കഥയാണ്. ഇത് മലയാളത്തിൽ ഇങ്ങനൊരു കഥ പണ്ടത്തെ കാലത്ത് വരണമെങ്കിൽ പണ്ടത്തെ ആളുകൾ മറ്റൊരു പേരിലായിരിക്കാം ലോ ഓഫ് അട്രാക്ഷനെ വിശ്വസിച്ചത്. വിദേശത്തുള്ളവർ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമത്തെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇവിടെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ അതായി തീരുന്നുവെന്ന് പല തത്വങ്ങളിലും പറയാറുണ്ടെന്ന് നമ്മൾ നോക്കുക. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ മുമ്പ് ചിന്തിച്ചതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ ജീവിതമെന്നും നമ്മൾ കേട്ടതും പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങളും ആണ് നമ്മുടെ ഇന്നത്തെ ജീവിതമെന്നും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തന്ന കാര്യങ്ങളും നമ്മുടെ ചില വിശ്വാസങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ജീവിതമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരാളോട് പറയുകയാണ് നീ മടിയനാണ് മണ്ടനാണെന്ന് പറഞ്ഞ് കുട്ടിക്കാലം തൊട്ടേ പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി മണ്ടനെ പോലെ പെരുമാറുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇനി ഏതെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു, ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു നീ ബുദ്ധിമാനാണ് എന്ന് പറയുക, അല്ലെങ്കിൽ സ്വയം ബോധമുണ്ട് മറ്റുള്ളവർ പറ്റിക്കാനായിട്ട് നോക്കുകയാണ് മനസ്സിലായി മാത്രമേ ആ വ്യക്തി രക്ഷപ്പെടുന്നു. അല്ലെങ്കിൽ ആഴ്ചക്കാലം മുഴുവൻ ആ വ്യക്തി മണ്ടനെ പോലെ പെരുമാറും. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്ന കുട്ടികൾ അതുകൊണ്ടാണ് മുതിർന്നു കഴിഞ്ഞാലും ഉയർന്നെഴുന്നേൽക്കാൻ പറ്റാതെ വരുന്നത്. ചില കുട്ടികളെ മാതാപിതാക്കൾ എത്ര കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും അവർക്ക് ജന്മന ചില സിദ്ധി ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ ആ ലോക്ക് പൊട്ടിച്ചു പോരും. ചില ആളുകൾക്ക് ജന്മന രക്ഷപ്പെടാനുള്ള കഴിവൊന്നുമില്ല, അവരത് അപ്പാടെ വിശ്വസിക്കും. അതോടുകൂടി അവരുടെ ലൈഫ് മുഴുവൻ വിഡ്ഢിത്തരങ്ങൾ നിറഞ്ഞതാവും. വിഡ്ഢിത്തരം മാത്രമേ കാണിക്കുകയുള്ളൂ. മുതിർന്ന ശേഷം മാതാപിതാക്കളുടെ കാലശേഷം അവരുടെ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ നിൽക്കും. ആരെങ്കിലും ഭരിക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ പേടിപ്പിച്ച് അവരെ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിവിടെ കൂശ്മാണ്ഡത്തിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആദ്യം സ്വിച്ച് വേർഡും ലോ ഓഫ് അട്രാക്ഷനുമാണ്. ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്തെന്നും അറിയാത്തവർക്ക് വേണ്ടിയുള്ളൊരു കഥയാണ്. ഇത് ലോജിക്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ ലോജിക്കില്ല. പക്ഷേ വിശ്വസിക്കുന്ന ആളുകളാണ് വിജയിക്കുന്നത്. ഏതൊരു കാര്യവും വിശ്വാസമാണല്ലോ. എന്നൊരു കാര്യവും വിശ്വാസമാണല്ലോ. ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം കിട്ടും, അതൊരു വിശ്വാസമാണ്. നല്ല പച്ചക്കറികൾ കഴിച്ചാൽ നല്ല ആരോഗ്യം കിട്ടുമെന്ന് പറയുന്നത് വിശ്വാസമാണ്. എന്ന് പറയുന്ന പോലെ ഏതൊരു കാര്യം വിശ്വസിക്കുകയാണെങ്കിൽ അത് വിജയിക്കും, വിശ്വസിക്കാതിരുന്നാൽ അത് വിജയിക്കുന്നില്ല എന്ന് പറയാം. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു പറഞ്ഞിരിക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്നില്ല, ആരെങ്കിലും പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. അതിന് മറ്റൊരു പേര് വേണമെങ്കിൽ ഇടാമല്ലോ, ഓക്സിജന് വേറെ പേരിടാം. പക്ഷേ സയൻറ്റിഫിക്കായി ഓക്സിജനാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്, നമ്മൾ ഓക്സിജനെ വിശ്വസിക്കും എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു കാര്യവും നമ്മൾ തന്നെ കണ്ണാൽ കണ്ട് ബോധ്യപ്പെടാതെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ പറയുന്നത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്തെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. സ്വിച്ച് വേർഡ്. ഇപ്പോൾ സ്വിച്ച് വേർഡുകളായിട്ട് നമ്മൾ ഒന്നാമത്തെ സ്വിച്ച് വേർഡ് പറയുന്നത് നന്ദി ഉള്ളവനാകുക, നന്ദി ഉള്ളവളാകുക എന്നൊക്കെ നമ്മൾ കേട്ടു.
എന്ന് പറഞ്ഞാൽ ആരെയും വീട്ടിലിരിക്കുന്ന സ്വത്തെടുത്ത് കൊടുത്ത് സഹായിക്കാനല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നന്ദി എന്ന് പറഞ്ഞ ഏതൊരു കാര്യവും താങ്ക് യു പറയുക. താങ്ക് യു പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു പൈസ കൊടുക്കുമ്പോൾ നമ്മളും താങ്ക് യു എന്ന് മനസ്സിൽ പറയുക. ഒരാൾ നമുക്ക് പൈസ തരുമ്പോഴും നമ്മൾ മനസ്സിൽ താങ്ക് യു എന്ന് പറയുക. അതാണ് ഒരു നമ്മുടെ ഒരു അഫർമേഷൻ, ഒരു സ്വിച്ച് വേർഡാണ്, ഒരു കോഡാണ്, പ്രപഞ്ചത്തിൻ്റെ ഒരു കോഡാണ്. ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ആളെ ഏറ്റവും കൂടുതൽ രക്ഷിക്കപ്പെടുമെന്ന് പറയും. ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ആളല്ല, ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ആൾ ഏറ്റവും കൂടുതൽ. അതുപോലെ നമ്മുടെ ലൈഫിൽ ഉപദ്രവത്തിൻ്റെ രൂപത്തിൽ പോലും ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വെളിച്ചത്തിൽ നമ്മുടെ കണ്ണുകൾ തുറപ്പിച്ചിട്ടുണ്ടാവും. ചില ഭാഗത്തു നിന്ന് ചതിയും വഞ്ചനയും കിട്ടിയപ്പോഴേക്കും നമ്മൾ പുതിയൊരാളായി മാറിയത്. അവരോട് നേരിട്ട് പോയി പറയാനല്ല, മനസ്സാൽ അവരെ അറിയണ്ട ഈ കാര്യം, അവരെ അറിയാതിരിക്കട്ടെ, അവരെ അറിയിക്കട്ടെ. നമ്മളെ മനസ്സാൽ നമ്മൾ അവരിൽ നിന്ന് പുതിയൊരു പാഠം പഠിച്ചതിൻ്റെ നന്ദി നമ്മുടെ പ്രപഞ്ചത്തോട് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനവും കിട്ടുന്നു, ഒപ്പം നമുക്ക് ചില ആരോഗ്യവും ഒരു പവറും കിട്ടും. നന്ദി നമ്മുടെ പ്രപഞ്ചത്തോട് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനവും കിട്ടുന്നു, ഒപ്പം നമുക്ക് ചില ആരോഗ്യവും ഒരു പവറും കിട്ടും. അതായത് ഒരു പ്രകൃതിയുടെ പവർ കിട്ടും. അപ്പോൾ നമ്മളെ വേദനിപ്പിച്ചവരോ ഉപദ്രവിച്ചവരോടൊന്നും നമ്മൾ പോയി നന്ദിയോ താങ്ക് യു ഒന്നും പറയേണ്ട ആവശ്യമില്ല. അത് മനസ്സിലാകാതെ വിഡ്ഢിത്തരമാണ്. ഒരിക്കലും അവരോട് ചെന്ന് പറയാനായിട്ട് പാടില്ല. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സിൽ നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന ആളുകൾ, അവരോട് നമ്മൾ താങ്ക് യു പറയും, മനസ്സിൽ താങ്ക് യു. അപ്പോൾ താങ്ക് യു പറയുന്നതിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയുന്ന അടുത്ത സ്വിച്ച് വേർഡാണ് ഈസി ഹാപ്പി താങ്ക് യു. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈസി ഹാപ്പി താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഈസി ആയിട്ട് നമുക്ക് നന്ദിയോടുകൂടി നമ്മൾ സന്തോഷിക്കുന്നു ആ ഒരു കാര്യം സ്വീകരിക്കുന്നതെന്ന് നമ്മൾ പറയുകയാണ്. ഇപ്പം നമുക്ക് എന്താണ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് ഇപ്പോൾ ജോലിയാണ് ജോലി കിട്ടുന്നില്ല എങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ് ജോബ് താങ്ക് യു ഈസി ഹാപ്പി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ജോബ് നമ്മളിലേക്ക് വേഗത്തിലെത്തും. 21 പറയുമ്പോൾ നമുക്ക് ആ ഒരു ജോബിനുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് തെളിയുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു സമ്പത്താണ് വേണ്ടത്, അല്ലെങ്കിൽ വെൽത്താണ് വേണ്ടത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ഒക്കെയാണ് വേണമെങ്കിൽ വെൽത്ത് ഈസി താങ്ക് യു ഹാപ്പി എന്ന് പറയാൻ മതി. ഈ ഈസിയും താങ്ക് യു ഹാപ്പിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയൊന്നും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു സ്വിച്ച് വേർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണ് ഞാൻ സമ്പത്തിനെ കൂടുതലായി ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുകയാണെങ്കിൽ വർത്തമാന കാലത്തിലാണ് എല്ലാം പറയേണ്ടത്, ഭാവി നടക്കുന്നില്ല. ഞാൻ സമ്പത്തിനെ ആശിക്കുന്ന ഒരു വ്യക്തിത്വമായി തീരുകയാണ് എന്നല്ല പറയേണ്ടത്, ഞാൻ സമ്പത്തിനെ ആശിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് പറയുകയാണ്. അത് മാത്രം ചാൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ചാൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എടുത്തെടുത്ത് പറയുക, മന്ത്രം പോലെ പറയുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മളിലേക്ക് അതിലുള്ള വാതിലുകൾ തുറക്കപ്പെടും. അതുപോലെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു കാര്യം, സമ്പത്തിനെയാണ് മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമ്പത്തുള്ള ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. സമ്പത്തിൻ്റെ ശാസ്ത്രം എങ്ങനെയാണ്, സമ്പത്തുള്ള ഒരു വ്യക്തിയെപ്പോലും കുറ്റം പറയാനോ അസൂയയുടെ കണ്ണിൽ കാണാനോ പാടില്ല. ഇപ്പോൾ ചിലപ്പോൾ പറയും വലിയ വലിയ ബിസിനസ്സുകാർ സമ്പത്തുണ്ടാക്കുന്നു, അവർ ഇന്ന കാര്യം ചെയ്താണ് ഉണ്ടാക്കിയത്, അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾക്ക് കേൾക്കാം, കുഴപ്പമില്ല, നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ആരെ എന്ത് വേണേലും ചെയ്തോട്ടെ, ഞാൻ എൻ്റെ വഴിയിലൂടെ നാണ്യ ജോലിയുടെ സമ്പത്ത് ഉണ്ടാക്കുന്നത് മാത്രം സ്വയം ചിന്തിക്കുക. മറ്റുള്ള സമ്പത്തിൻ്റെ ഉള്ള ഒരു ആളെപ്പോലും കുറ്റപ്പെടുത്താതിരുന്നാൽ ആ വ്യക്തിയിലേക്ക് മാത്രമേ സമ്പത്ത് എത്തൂ. പിന്നെ ചില ആളുകൾ പറയും വലിയ വലിയ ബിസിനസ്സുകാർ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് അത് ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നു എന്നൊരു ചിന്ത നമുക്ക് കോമൺ ആയിട്ട് ആൾക്കാർ പറഞ്ഞ് നമ്മളിലേക്ക് തരുന്നൊരു കാര്യമാണ്. എന്തിനുണ്ടാക്കണം, സമ്പത്തുണ്ടാക്കിയിട്ട് എന്ത് പ്രയോജനം? അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകൊണ്ടും പ്രയോജനമില്ല. ഈ ഭൂമിയിൽ ഒന്നുകൊണ്ടും പ്രയോജനമില്ല. ഭക്ഷണം കൊണ്ട് പ്രയോജനമില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൈകിട്ടും വിശക്കും. നമ്മൾ മരണം വരെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ നമ്മൾ മരണം വരെ ജീവിച്ചിരിക്കൂ. ഇത്രയും കാലം കഴിച്ചതിൻ്റെ ഗുണമില്ലെങ്കിൽ പിന്നെ എന്തിന് ഇനി കഴിക്കണം? ഇനി ഒരു ദിവസം കഴിക്കാൻ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് കഴിക്കാം. അത്രയും പൈസ സേവ് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് സമ്പത്ത്. എന്തിനു കൂട്ടി വെക്കുന്നു? ഒരു പിടുത്തവുമില്ല. അതും കഴിഞ്ഞു പോകുന്നു, ഇതും കഴിഞ്ഞു പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വസ്ത്രങ്ങൾ ദ്രവിച്ചു പോകുന്നു പറഞ്ഞുകൊണ്ട് വസ്ത്രം വാങ്ങിക്കാതിരിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കത്തിച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ കേടാവും, എൻ്റെ ഈ പ്രായത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ വസ്ത്രം പറ്റില്ല, അതുകൊണ്ട് ഞാനിപ്പം മേടിക്കണ്ട എന്നല്ലല്ലോ ചിന്തിക്കുന്നത്. മേടിച്ചു വെക്കും, മേടിച്ചപ്പോൾ കൂട്ടി വെക്കും. ചിലപ്പോൾ എങ്ങോട്ട് യാത്രകളില്ലെങ്കിൽ വസ്ത്രം അവിടെ ഇരുന്ന് ദ്രവിക്കും, അല്ലെങ്കിൽ പൊടിയും എന്ന് പറയുന്ന പോലെ
സമ്പത്ത് ഓവറായിട്ട് ചിന്തിക്കുന്ന ഒരാളിലേക്ക് മാത്രമേ സമ്പത്ത് എത്തൂ. ഒരിക്കലും സമ്പത്തിനെ ഇൻസൾട്ട് ചെയ്ത് പറയുക, അല്ലെങ്കിൽ സമ്പത്ത് കൂടുതലുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പണക്കാരന് സമ്പത്തുണ്ട്, അയാൾക്ക് അനന്തരാവകാശികളൊന്നും ഇല്ല എന്ന് കരുതുക, ആൾ ആ സമ്പത്ത് ആർക്ക് കൊടുക്കും എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ആ വ്യക്തികളുടെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടാവില്ല. മറ്റേ സമ്പത്ത് വേണം, ആരെയും സമ്പത്ത് ഉണ്ടാക്കുന്നവരെ കുറ്റം പറയാതിരിക്കുന്ന ആളിലേക്ക് സമ്പത്ത് എത്തിക്കൊണ്ടിരിക്കും. എത്ര പരിതസ്ഥിതിയിലാണെങ്കിലും ആ വ്യക്തിയുടെ അടുത്തേക്ക് മാത്രം സമ്പത്തെത്തും. മറ്റേ പറയുന്ന വ്യക്തികളിലേക്ക് സമ്പത്തെ കാണത്തില്ല. മറ്റ് സമ്പത്തുമായി ബന്ധപ്പെട്ട ആഭരണങ്ങളായിക്കോട്ടെ, പണമായിക്കോട്ടെ, നീക്കിയിരിപ്പായിക്കോട്ടെ, ശമ്പളമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ഒന്നും എത്തത്തില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പ്രകൃതിയായിട്ട് തന്നെ അടഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കുന്നു, മരിക്കുന്നു എന്ന് പറയുന്ന പോലെ പോകുന്ന എന്തിന് ജനിക്കുന്നു എന്നങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം സോൾവ് ആകുമല്ലോ. അതാരും ചിന്തിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് സമ്പത്ത്. എന്തിന്? സമ്പത്ത് ഒരു പവറാണ്, അങ്ങനെ അങ്ങ് കണ്ടാൽ മതി. ആ പവർ ഏറ്റവും കൂടുതലുള്ള ആരാണ്, ആ വ്യക്തിയാണ് സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നത് മാത്രം ചിന്തിക്കുക. ഈ സമ്പത്ത് ഞാൻ മക്കൾക്ക് കൊടുക്കുമോ, അവർ നേരത്തെ മരിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, ഭാര്യയ്ക്ക് കൊടുക്കണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സമ്പത്തിനെ പറ്റി ഒരു പിടുത്തമില്ല, സമ്പത്തിൻ്റെ ശാസ്ത്രം അറിയത്തില്ലാത്തവർ അങ്ങനെ ടെൻഷൻ അടിക്കും. വലിയ ബിസിനസ്സുകാരനാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് സമ്പത്തേ വരത്തില്ല. എക്കാലം അയാൾ ദരിദ്രനായിട്ട് ജീവിക്കും, ദരിദ്രനായിട്ട് മരിക്കും. പക്ഷേ സമ്പത്തിൻ്റെ കാര്യത്തിൽ നല്ല ചിന്ത, സ്വന്തം സമ്പത്ത് സ്വന്തം സേവിങ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. മറ്റാർക്കും കൊടുക്കാനല്ല ഈ സമ്പത്ത്, ഇത് എൻ്റെ സമ്പത്താണ്. കേൾക്കുമ്പോൾ ദുരാഗ്രഹമായിട്ട് തോന്നും. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളിലേക്ക് മാത്രമേ സമ്പത്തെത്തൂ. ചിലപ്പോൾ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന കാലത്ത് ചിലപ്പോൾ ആ സമ്പത്ത് ചിലപ്പോൾ അനുഭവിക്കാനുള്ള യോഗം ചിലപ്പോൾ ആ മക്കൾക്കുണ്ടാകും. ഇല്ലെങ്കിൽ അത് വെറുതെ നശിച്ചു പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിലേക്കോ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. പക്ഷേ ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വ്യക്തി എത്ര ധനികനായിരുന്നു എന്നുള്ളതാണ് സമ്പത്തിൻ്റെ മനസ്സിലാക്കുക. ഈ മനഃശാസ്ത്രം അറിയാവുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് കാണുന്ന സാമ്പത്തികമുള്ളവർ. ഈ മനഃശാസ്ത്രം അറിയാത്ത ആളുകളാണ് ഇന്ന് കാണുന്ന ദരിദ്രർ. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് കേൾക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഇതാണ് യഥാർത്ഥ സത്യം. ഇതാണ് സമ്പത്തുള്ളവർ മക്കളെ പഠിപ്പിക്കുന്ന പാഠം. അല്ലാത്ത ആളുകൾ പറയുന്നത് എന്താണ്, സമ്പത്ത് ശേഖരിക്കരുത്, കൂട്ടരുത്, അധികം സമ്പത്ത് നല്ലതല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തികളുടെ തലമുറ മൊത്തം സമ്പത്തില്ലാതിരിക്കുകയും, സമ്പത്തുള്ള ആളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള മക്കളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, മാതാപിതാക്കൾ ഇഷ്ടമുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു, സമ്പത്ത് വാരി കൂട്ടുക, നീ സമ്പത്തിനെ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം അവിടെ മറച്ചങ്ങ് മാറ്റി വെക്കുക. മനസ്സിലെങ്ങനെ വന്നാലും അത് മാറ്റി വെക്കുന്ന ആളുടെ കൈ മാത്രമേ സമ്പത്ത് എത്തൂ. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിവുശാരണമായിട്ട് നിങ്ങൾ ഓർക്കുക. ഈ സ്വിച്ച് വേർഡ്സ് ഒക്കെ പറയുക, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്ന് പറയുന്നത് മാക്സിമം സ്വിച്ച് വേർഡൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതുവരെ ഇങ്ങനത്തെ ചിന്തകൾ നിങ്ങളുടെ തലയിൽ ഉരുളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്തകൾ ഞാൻ പറഞ്ഞ രീതിയിൽ റീറൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റം വരും. അല്ലെങ്കിൽ ഒരിക്കലും മോട്ടിവേഷൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളോ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.